ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെ 5 മണി. അപ്പം നിങ്ങളൊക്കെ ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഈ വീഡിയോ ഇടുമ്പോൾ ഓരോ പ്രാവശ്യവും സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്, പക്ഷേ കൂടുന്നതേ ഇല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ലൈക്കും ഒന്ന് പ്രസ് ചെയ്തേരെ, സബ്സ്ക്രൈബും ചെയ്തേരെ കേട്ടോ, പ്ലീസ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അരച്ച് വെച്ച മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ലൂസാക്കി എടുത്ത് വെള്ളം അനത്താൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് കലത്തിൽ. അതെന്തിനാന്ന് വെച്ചാൽ വടകം എന്ന് പറയുന്നൊരു സാധനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കും. പപ്പടം പോലെ പൊരിച്ച് കഴിക്കുന്ന സാധനം 1 വർഷം വരെ കേടുകൂടാതെ വച്ചേക്കാം. എൻ്റെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇത് ജീരകവും പച്ചമുളകും അരച്ച് ചേർത്ത് അതിനകത്ത് ഉപ്പുപൊടിയും പിന്നെ കായപ്പൊടിയും ചേർത്തതാട്ടോ. അത് തിളച്ച് വരുമ്പം അതിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ മോൻ രാവിലെ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് ഒഴിച്ചതാ, ഞാനങ്ങ് കലക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കട്ട പിടിക്കാതിരിക്കുമല്ലോ എന്ന്. അങ്ങനെ അത് റെഡിയായി മേളിൽ ടെറസിൽ ഒഴിക്കാൻ പോകണം. അങ്ങനെ ഞാനത് ഒഴിക്കാൻ പോയപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ മല തണുപ്പ് കാരണം മേഘത്തിനെ എടുത്ത് പുതച്ച പോലെ ഇരിക്കുന്നുണ്ടോ, എന്ത് രസമുണ്ട് കാണാൻ. അങ്ങനെ ആ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ സമയം പോകുമെന്ന് പെട്ടെന്ന് ഞാനൊരു തുണി നനച്ച് പെട്ടെന്ന് കുറച്ചായിട്ട് അങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴയ തുണി മതി കേട്ടോ, നമ്മൾ പിന്നെ ആവശ്യം കഴിഞ്ഞ് ദൂരെ കളയാനുള്ളതല്ലേ. പിന്നെ ഇത് ചെറിയ ഓട്ടയൊക്കെ ഉണ്ട് അപ്പുറത്തും, പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഒഴിച്ച് അത് ഉണക്കിയെടുക്കണം. അങ്ങനെ ഇത് ഒഴിച്ച് തീരുമ്പോഴത്തേക്കിനും 1 മണിക്കൂർ സമയം എടുത്തു കേട്ടോ. സൂര്യനും വന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു. അവസാനം ഇങ്ങനെ ആക്കിയെടുത്തു നല്ല പോലെ, നല്ല ക്രിസ്പി ആയിട്ട്. ഇനി ഇത് എണ്ണ പൊരിച്ചെടുത്താൽ മാത്രം മതി.